പരിശീലക സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചു റയൽ മാഡ്രിഡിൽ എന്ന് വിവരം വരുന്നു. ഇത് ശരിക്കും സാബി അലോൺസോ ഈ തീരുമാനമെടുത്തതിന് പിന്നിൽ ഈഗോ ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എന്ത് ഈഗോ സാറേ? തീർച്ചയായും റയൽ മാഡ്രിഡ് എപ്പോഴും അവരുടെ താരങ്ങളുടെ പേരിലാണ്, അല്ലെങ്കിൽ ഗലാറ്റിക്കോസ് താരക്കൂട്ടം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതിന്റെ പേരിലാണ് എല്ലാ കാലത്തും അറിയുന്നത്. ഇത്തവണയും ഓരോരോ താരക്കൂട്ടത്തെ വെച്ചാണ് കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ഒക്കെ തന്നെയാണ് കളിക്കുന്നത്. അവർക്ക് താരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. കോച്ചസിന് അല്ലെങ്കിൽ പരിശീലകർക്ക് അത്ര വേണ്ട പ്രാധാന്യം പല കാലത്തും കിട്ടാനില്ല. താരങ്ങളുടെ വാക്കുകൾക്കാണ് മാനേജ്മെന്റ് ഒക്കെ തന്നെ എല്ലാ കാലത്തും കൂടുതൽ വില കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ഒരു പുതിയ ഇരയായി നമുക്ക് വേണമെങ്കിൽ സാബി അലോൺസോയെ പറയാം. കാരണം സാബി അലോൺസോ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് റയൽ മാഡ്രിഡിലേക്ക് തൻ്റെ പഴയ ക്ലബിലേക്ക് കോച്ചായി തിരിച്ചെത്തിയത്. അതും ബയർ ലെവർകുസനെ ചരിത്രത്തിലാദ്യമായി ബുണ്ടസ് ലീഗയ്ക്ക് അടുപ്പിച്ച് വലിയ നേട്ടത്തോടുകൂടി വന്ന താരത്തിന് പക്ഷേ വലിയ തിരിച്ചടി നേരിട്ടു. ഏറ്റവും ഒടുവിൽ സ്പാനിഷ് സൂപ്പർ കപ്പിൽ ബാഴ്സലോണയോടുകൂടി തോറ്റത് കഴിഞ്ഞ ദിവസമാണ്. തോറ്റതോടുകൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പരിശീലന സ്ഥാനത്തിന് ഒഴിവ് വന്നത്. പക്ഷെ അതിന് പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ പരിശീലക സ്ഥാനം ഒഴിയാനുള്ള പ്രകോപനത്തിന് കാരണം താരങ്ങൾ തന്നോട് ഡിസ്റെസ്പെക്ട് കാണിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് കിലിയൻ എംബാപ്പെ സൂപ്പർ താരം, അതായത് സാബി അലോൺസോ പറഞ്ഞു എന്തായാലും വിന്നിംഗ് ടീമിന് ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ചിരവൈരികളാണ്, അതുകൊണ്ട് തന്നെ കിലിയൻ എംബാപ്പെ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മറ്റു താരങ്ങളെ വിളിച്ചു കൊണ്ടുപോയി. അതായത് കോച്ചിനെ റെസ്പെക്ട് ചെയ്യാൻ താരങ്ങൾ തയ്യാറായില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. പരിശീലന സെഷനിലടക്കം പല താരങ്ങളും സൂപ്പർ താരങ്ങളും അവസാന ഘട്ടത്തിലാണ് എത്തിച്ചേരുക, അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോകോൾ പാലിക്കുന്നില്ല. ഡ്രസ്സിംഗ് റൂമിൽ പല പ്രശ്നങ്ങൾ. നേരത്തെ അർജന്റീന താരമായ മസ്റ്റോന്റിനോയ്ക്ക് അവസരം കൊടുത്തു എന്ന് പറഞ്ഞ് ടീമിലെ ബ്രസീൽ താരങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ ടീമിൽ വന്നതിന് മുതൽ സാബി അലോൺസോ നേരിടുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ കിലിയൻ എംബാപ്പയുടെ ഭാഗത്തു നിന്നുള്ള ഈ ധിക്കാരം കൂടി ആയതോടുകൂടിയാണ് സാബി അലോൺസോ ടീം വിടാൻ തീരുമാനിച്ചത്. അദ്ദേഹം പരസ്പരം സമ്മതിച്ച് അങ്ങനെ റയൽ മാഡ്രിഡിലെ തൻ്റെ ആ ഷോർട്ട് പീരീഡ് 8 മാസം നീണ്ട പീരീഡിന് അവസാനം കുറിക്കുകയാണ്. എന്തായാലും റയലിൻ്റെ സഹപരിശീലകൻ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഗലാറ്റിക്കോസിനെ നിയന്ത്രിക്കാൻ ഇനി ആരാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ താരങ്ങളെ പരിശീലിപ്പിക്കാൻ അതിനേക്കാൾ സൂപ്പറായ ആര് വരും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.